പരിശുദ്ധ റമളാൻ എത്തുമ്പോ സക്കാത്തിന്റെ മാസം റമളാനാണെന്ന് ധരിച്ചവരുണ്ടെങ്കിൽ സക്കാത്തിന്റെ പ്രത്യേകിച്ചൊരു മാസമില്ല, സക്കാത്തിന്റെ പ്രത്യേകിച്ച് പൊതുവായൊരു സമയമില്ല. സക്കാത്ത് വ്യക്തിപരമായ ബാധ്യതയാണ്. ഓരോ മുസ്ലിമിനും സാമ്പത്തിക ശേഷി നിശ്ചിത അളവിലേക്ക് എത്തപ്പെട്ടാൽ അവന് ആ അളവെത്തുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിർബന്ധമാകുന്നതാ സക്കാത്ത്. അതിന് പ്രത്യേക മാസമില്ല, അതിന് പ്രത്യേക കാലമില്ല. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഈ 2026 ജനുവരി മാസം 30-ാം തീയതി ഒരാൾ കച്ചവടം തുടങ്ങിയാൽ അയാൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നത് അടുത്ത ജനുവരി 30-ന് അല്ല, ഒരു വർഷം എത്തുമ്പോഴെന്ന് നമ്മൾ പറയുമല്ലോ. സക്കാത്തിന്റെ ഒരു വർഷം എത്തുന്നത് ഈ ജനുവരി 30-ന് തുടങ്ങുന്നവന് അടുത്ത ജനുവരി 30-ന് അല്ല. പിന്നെപ്പോഴാ? അടുത്ത ജനുവരി 16-ാം തീയതിയാകുമ്പോ അവന്റെ സക്കാത്തിന്റെ കണക്ക് നോക്കാൻ സമയമായിരിക്കുന്നു. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കണക്കുകൾ കൂട്ടപ്പെടേണ്ടത് ഗ്രെഗോറിയൻ കലണ്ടർ പ്രകാരമല്ല. പരിശുദ്ധ റസൂൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാന്റെ ഹിജ്റ മുതൽ ആരംഭിച്ച പുണ്യപ്രവാചകന്റെ അനുയായികൾ ഇതാണ് അനുധാവനം ചെയ്യേണ്ടതെന്ന് സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ട് പരിചയപ്പെടുത്തിയ ഹിജ്റ കലണ്ടർ പ്രകാരമാണ് കാലവും വർഷവും കണക്കാക്കേണ്ടത്.